ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്യാത്ത ഒരു ചിക്കൻ കറിയാണ്. കാരണം കഞ്ഞിവെള്ളം കൊണ്ടാണ് നമ്മൾ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക്, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒരു മണ്ട വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, വലിയ ഉള്ളി, ഇത്രയും സാധനങ്ങൾ, ചിക്കൻ മസാല, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ചിക്കനും നമുക്ക് ആദ്യം പാത്രം ചൂടാക്കിയിട്ട് നമ്മൾ അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനൊരു 2 ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആ എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് കടുക് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ചിക്കൻ കറിക്ക് കടുക് ഇടുന്നില്ല. പിന്നെ വെന്തയമാണ് ഇടണം. അപ്പം അതിൻ്റെ വെന്തയം അതാ ഉലുവ എന്നൊക്കെ പറയും. അതാണ് നമ്മൾ ഇടുന്നത്. അതിട്ട് നന്നായി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് വലിയുള്ളിയും തക്കാളിയും, ആദ്യം വലിയുള്ളി നന്നായി മൂപ്പിച്ചെടുക്കണം. വലിയുള്ളിയും തക്കാളിയും കൂടിയിട്ട് നന്നായിട്ട് രണ്ടും കൂടിയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലേശം ഉപ്പും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. കാരണം എന്നാലേ വേഗം വഴറ്റി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ലേശം ഉപ്പ് ഒരു കരണ്ടിയോളം, 1 സ്പൂണോളം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു 5 മിനിറ്റ് വേണ്ട, എന്നാലും ഉപ്പിട്ടത് കൊണ്ട് നമുക്ക് 2 പച്ചമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളകും ഉപ്പൊക്കെ കൂടി 5 മിനിറ്റോളം നന്നായി ഇട്ട് മിക്സ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഒപ്പം 2 കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത ശേഷം വേണം നമുക്ക് അതിലോട്ട് മുളക് പൊടി ഒരു ടീസ്പൂണോളം, 1.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുരുമുളകൊക്കെ ചേർക്കുന്നതുകൊണ്ട് 1.5 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ മല്ലി ഒരു 2 ടീസ്പൂൺ, 2-2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നന്നായി നന്നായി വഴറ്റിയ ശേഷം വേണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. നന്നായി ചൂടാക്കിയ ശേഷം മാത്രമാണ് നമുക്ക് അതിലോട്ട് ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത്. കുരുമുളക് പൊടി, പിന്നെ ജീരകം, ഇതൊക്കെയാണ്. ഇനി ഞാൻ ലേശം തന്നെ, കാരണം കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് അധികം എരിവ് ഇട്ടിട്ടില്ല. അപ്പം ലേശം തന്നെ ഇട്ടിട്ടുള്ള എല്ലാം. അപ്പോൾ കുറേശ്ശെ ഇട്ടപ്പോൾ എരിവ് വേണ്ടവർ നന്നായി ഇടുക. അപ്പോൾ കുരുമുളക് പൊടി, ഞാൻ കുരുമുളകും ജീരകം കൂടി അരയ്ക്കാൻ നിന്നില്ല, രണ്ടും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അതാണ് വേണ്ടിയിട്ട് പിന്നെ ഇട്ടത്. പിന്നെ അടുത്തത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഒക്കെ കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 2-3 സെക്കൻഡ് നന്നായി വഴറ്റി, വെള്ളം ഒന്നും ചേർക്കാണ്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായി വഴറ്റിയെടുത്ത ശേഷം മാത്രം നമ്മുടെ ഇതിൽ മെയിൻ സാധനം ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളം. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് ഒരു മന്തിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് കഞ്ഞിവെള്ളം ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചേർത്ത് കൊടുത്തൊരു കുഴമ്പ് രൂപത്തിലാക്കണം. നല്ല പേസ്റ്റ്, കുഴമ്പ് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം നമ്മൾ ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് കുറച്ച് ചിക്കൻ മസാല, അപ്പോൾ ഞാൻ ലേശം ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇതെല്ലാം കൂടി കഞ്ഞിവെള്ളവും ഗ്രേവി നമ്മൾ ഇതാക്കണം. പിന്നെ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ഒരു സാധനം ചേർക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു ടിപ്പാണത്. അപ്പോൾ ഗ്രേവിക്കൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ള് പഞ്ചസാര അത് ഓപ്ഷനലാണ്. അത് ഒരിക്കലും ആവശ്യമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ലേശം തന്നെ ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ അതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ഇപ്പോൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇനി അടുത്തത് നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ നന്നായി കുറേശ്ശെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനത് വലിയ കഷ്ണങ്ങൾ തന്നെയാണ്, ചെറുതാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായി വെള്ളം ചേർത്താൻ ഇപ്പോൾ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത്
മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് ചിക്കനിൽ ഈ മസാലകൾക്കൊക്കെ കൂടി ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ബാക്കി കഞ്ഞിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ചിക്കൻ ഇട്ട് കൊടുത്തതും നമ്മൾ ഒപ്പം തന്നെ ഒരിക്കലും ഈ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കണ്ട. കാരണം ഈ ചിക്കനിൽ നമ്മൾ നേരത്തെ മുളക് പൊടിയോ ഒന്നും നമ്മൾ കുരുമുളക് പൊടിയോ മസാലകളൊന്നും തിരുമ്പി വെച്ചിട്ടില്ല. അപ്പം ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്ത് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി അത് വഴറ്റി വരണം. നന്നായി ചൂടായതിനു ശേഷം മാത്രം നമുക്ക് എന്താ പറയുക കഞ്ഞിവെള്ളം ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പം ഞാൻ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും എന്താ പറയുക ഇതുണ്ടാക്കി കറി വെച്ച് നോക്കണം. കാരണം അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഞാനൊരു എന്താ പറയുക ബാക്കി കഞ്ഞിവെള്ളം ഒഴിക്കുന്നത് ഞാൻ സ്കിപ്പ് ചെയ്തു. എനിക്ക് വീഡിയോ എടുക്കാൻ അത് കുട്ടി കരഞ്ഞത് കൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് ബാക്കി കഞ്ഞിവെള്ളവും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം, ലേശം ഇനി വെള്ളം ചേർത്തിട്ടുള്ളൂ. ബാക്കി കഞ്ഞിവെള്ളമാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഒരു മൊന്ത കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ആ മൊന്ത കഴുകി ഒരു കാ ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. കഞ്ഞിവെള്ളം അല്ലാതെ നോർമൽ വാട്ടർ. പിന്നെ അത് കുറുകിയ ശേഷം ഞാൻ അതിലോട്ട് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കറി. എല്ലാവരും എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലേശം നമ്മൾ വെളിച്ചെണ്ണ അതിൻ്റെ മേലെ തൂക്കി കൊടുക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. അപ്പോൾ ബായ്. ഇനി അടുത്ത റെസിപ്പി വരുന്നവരെ ബായ്.